ഇതിൻ്റെ ഉത്തരവാദിത്വം ട്രസ്റ്റിന് തന്നെയാണ് പൂർണ്ണമായിട്ടും. ആ ട്രസ്റ്റ് ഇതുവരെ പിരിച്ചുവിടപ്പെട്ടിട്ടില്ല. ആ ട്രസ്റ്റ് മിനുക്കുപണികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്, സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ. അപ്പോൾ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്നതാണ്. ഇത് കേവലം ഒരു കൊള്ള മാത്രമല്ല, ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് നടന്നിരിക്കുന്നത്, അയോധ്യയിൽ നടന്നിരിക്കുന്നത്. അല്ല, ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. നമുക്കറിയാം, അയോധ്യ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയ വിഷയമാണ്. അതിൻ്റെ പേരിലാണ്, രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് BJPയും RSSും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ എല്ലാ ബേസും അതിൻ്റെ ഭാഗമാണ്. ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദൈവങ്ങളെ എങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നത് അവരതിലൂടെയായിരുന്നു. പക്ഷെ അവിടെയാണ് ദൈവങ്ങളെ അവരുപയോഗിക്കുന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിച്ച് വോട്ട് നേടാനും വേണ്ടി മാത്രമാണ്, വിശ്വാസത്തിൻ്റെ പേരിലല്ല. അതിവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇത് കോൺഗ്രസ് വ്യാപകമായിട്ട് ഈ കാര്യങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വരുന്ന പാർലമെൻറ്റ് സമ്മേളനം 20-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ചോദ്യം ഉയരാൻ വേണ്ടി പോകുന്ന ഈ കാര്യത്തിലായിരിക്കും പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും എന്തായാലും. കാര്യം പ്രധാനമന്ത്രി മേൽനോട്ടം വഹിച്ച് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയാണ് ഇവിടുത്തെ ട്രസ്റ്റ്. അവർക്കാർക്കും അതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും കോൺഗ്രസ് ഈ കാര്യങ്ങൾ രാജ്യവ്യാപകമായിട്ട് ഞങ്ങളിത് ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ സ്പോക്സ് പേഴ്സൺമാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഇതിൻ്റെ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആവർത്തിക്കും. ജനങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ വലിയ പുകമറ മാറ്റാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ഇതിനകത്ത് നിയമത്തിൻ്റെ പരിധിയിൽ വരൂ. അതുകൊണ്ട് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് മടിക്കുന്നത്? ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷനല്ല, ഒരു എൻക്വയറി കമ്മീഷൻ എന്തുകൊണ്ട് നടത്തുന്നില്ല? അവർ ഉത്തർപ്രദേശിലെ SIT വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് പലരെയും രക്ഷിക്കാനുണ്ട് എന്നുള്ളതിന് തെളിവാണത്. കേരളത്തിലെ BJPക്കാരോട് ഈ ചോദ്യം ചോദിക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുക എത്രയോ വിശ്വാസികൾ രാമക്ഷേത്രത്തിൽ എല്ലാ വർഷവും എല്ലാ മാസവും പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തേ BJP മിണ്ടാത്തത്? കേരളത്തിലെ ഇത്രയേറെ വലിയ അമ്പലക്കുളം നടത്തി. നമ്മൾ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഉന്നയിച്ചതാണ്, ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ ഭീകരമാണിപ്പോൾ രാമക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്ന കൊള്ള. അപ്പോൾ അതിൽ മൗനം പാലിക്കുക എന്ന് പറയുന്നത് കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് സംശയമില്ല. ഇവർ യഥാർത്ഥ വിശ്വാസികളല്ല. ഇവർ ഹിന്ദുക്കളുടെ പേരിൽ കൊള്ളയടിക്കാനും അതുപോലെ ജനങ്ങളെ വിഭജിച്ച് അത് വോട്ട് നേടാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. ഇവരുടെ വിശ്വാസത്തിൻ്റെ പൊള്ളയാണ് വിളിച്ചു തരുന്നത്. അയോധ്യ മാത്രമല്ല, ഇപ്പം നമ്മുടെ ബദ്രീനാഥിലും ഇതേപോലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. കേദാർനാഥിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം BJP നയിക്കുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിപ്പിക്കപ്പെടേണ്ടതാണോ? അവർ സമാധാനം പറയണം. അതിനുവേണ്ടിയാണോ അവർ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്? ഞങ്ങളെല്ലാം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇത് കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാൻ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളത് ഇതൊക്കെ കൊണ്ടുവന്ന് സത്യത്തിൽ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ദൈവത്തെ ഉപയോഗിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണവും ചോദ്യം ചോദിക്കലും കോൺഗ്രസ് നടത്തും. അല്ല, അവരിപ്പോൾ എല്ലാം ആലോചിക്കുകയാണല്ലോ. ഞാൻ ചോദിച്ചിട്ട് ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള നടന്നിട്ടും നിയന്ത്രണമില്ലാതെ തന്നെ പല ദേശീയ മാധ്യമങ്ങളൊന്നും ഇതൊന്നും പറയുന്ന ചർച്ച പോലും ആക്കുന്നില്ലല്ലോ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന കൊള്ളയും അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളും ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി നിർവീര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അവർക്ക് ചോദ്യങ്ങളെ ഭയമാണ്, അവർക്ക് വിമർശനങ്ങളെ ഭയമാണ്, തുറന്നു പറച്ചിലുകളെ ഭയമാണ് അവർക്ക്. കാരണം അവർക്ക് ഭയപ്പെടാൻ ഒരുപാടുണ്ട്. അതാണിപ്പോൾ മോഡി ഗവൺമെൻറ് പ്രത്യേകത. ജനങ്ങളോട് മറുപടി ഇത്ര നാളായിട്ടും 12 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും പത്രക്കാരെ കണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനോ ഉത്തരം പറയാനോ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യങ്ങളെ ഭയമാണ്, തുറന്നു പറച്ചിലുകളെ ഭയമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് മെഷീനറികളെ ഉപയോഗിച്ച് CBI, IB, ഇൻകം ടാക്സ് എന്നീ ഏജൻസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരായിട്ട് വരുന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഈ ആയുധങ്ങളെ ഉപയോഗിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.